ളുഹാ നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്ർ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഏതാണ് ദിക്ർ എന്ന് നോക്കാം. 100 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ ചൊല്ലിക്കഴിഞ്ഞാൽ 100% നമുക്ക് റിസൾട്ട് നേടിയെടുക്കാൻ കഴിയും. സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും, ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടും, ജോലിയിൽ ബറക്കത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, വർധനവ് ഉണ്ടാകും, നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടും, വീടില്ലാത്തവർക്ക് വീടും, വാഹനമില്ലാത്തവർക്ക് വാഹനം, ഇങ്ങനെ തുടങ്ങി റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹെത്താജുലേഹി, മനുഷ്യന് ആവശ്യമുള്ളതിനൊക്കെ റിസ്ക് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് ആവശ്യമുള്ളതിനൊക്കെ ബറക്കത്തും പുരോഗതിയും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, പറയുകയാണ്, സല്ലല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽളുഹാ, അല്ലാഹുവിന്റെ റസൂൽ ളുഹാ നമസ്കരിക്കുമായിരുന്നു. എന്നിട്ട് സുമ്മഖാല, അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഗഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം ഹത്താ ഖാലഹാ 100 മറ. അല്ലാഹുവിന്റെ റസൂൽ 100 പ്രാവശ്യം പറയുമായിരുന്നു.